ഹലോ, എല്ലാവർക്കും സൈറാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ വെറൈറ്റി രീതിയിലുള്ള ഒരു സോയ ചങ്ക്സ് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇന്നും ഒരേപോലുള്ള മെത്തേഡൊന്നും ട്രൈ ചെയ്യാതെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരു വെറൈറ്റിയൊക്കെ പിടിച്ചു നോക്കുന്നേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ടാപ്പ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാ നേരെ വീഡിയോയിലേക്കല്ലേ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ സ്റ്റൗവിലേക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ചെറുജീരകം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് സവോള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സവാള നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വഴട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഒരു 3 പച്ചമുളക് നെടുവേ കീറിയത് ഇതിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചോപ്പ് ചെയ്തിട്ടുള്ള സവാള എല്ലാം കൂടി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ അത്യാവശ്യം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതിനിടയ്ക്ക് ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാള അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ മീറ്റ് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴട്ടി കൊടുക്കാം. മസാല കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് മാത്രം കുക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മൾക്ക് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതിയാകും. ഓവറായിട്ടൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, കരിഞ്ഞു പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള സോയ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 തവണയോളം നോർമൽ വാട്ടറിൽ കഴുകിയെടുത്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളത്തിലാണ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഒന്നുകിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ഹാഫ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ സോയാ ചങ്ക്സൊക്കെ മസാലയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സോയയിലേക്ക് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 250 ml കപ്പിനാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളമാണ് ഇതിൻ്റെ അളവെന്ന് പറയുന്നത്. ഞാനിവിടെ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന മഗ്ഗില്ലേ, അതുപോലെ ഒരു മഗ്ഗിൽ 1 കപ്പ് വെള്ളമാണ് മെഷർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ, കാരണം നമ്മളിത് ഹാഫ് കുക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഓവർ കുക്കായി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ ഒരു വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും വറ്റിയിട്ടില്ല, ചെറിയ രീതിക്ക് മാത്രം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കുഞ്ഞ് സവാളേൻ്റെ ഹാഫും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും അത്യാവശ്യം ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാവേ.
അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുകൂടി ഒന്ന് അത്യാവശ്യം വഴട്ടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. ഇത് ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ടൊമാറ്റോ സോസാണ്. അതുകൊണ്ട് ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ടൊമാറ്റോ സോസ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിലും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത്യാവശ്യം മധുരമുള്ള ടൊമാറ്റോ സോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1-1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാമേ. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് വഴട്ടി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി പങ്കുവയ്ക്കാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.